കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ. സദയം ക്ഷമിച്ചാലും ഇന്റർനെറ്റ് പണിമുടക്കിയതുകൊണ്ട് ഉണ്ടായ പ്രയാസമാണ്. നമ്മൾ പറഞ്ഞു വന്നത് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടാണ്. എബ്രായർ 2-ന്റെ 14-ലും 15-ലുമായി യേശുക്രിസ്തു ചെയ്ത പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഒന്ന്, ക്രിസ്തു നമ്മെപ്പോലെ മർത്യമായ ജഡം ധരിച്ചു. നമ്മെപ്പോലെ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് താനും നമ്മെപ്പോലെ തന്നെ ജഡരക്തങ്ങളോട് കൂടിയവനായി. യേശുക്രിസ്തുവിന്റെ ജഡധാരണം. അത് നിമിത്തം ക്രിസ്തു സകലത്തിലും നമ്മോട് താദാത്മ്യപ്പെട്ടു. He took upon him the flesh and blood and therefore identified with us in everything. And thirdly, he demolished, removed Satan. സാത്താനെ നീക്കി. അവന്റെ വിശേഷണമൊക്കെ ഉണ്ട് അവിടെ, നമുക്ക് പിന്നീട് നോക്കാം. 4, he delivered us from the fear of death. മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. സ്തോത്രം. നാം ഇന്നലെ വരെ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചിന്തിച്ചു. യേശു മരിച്ചിട്ടില്ലെന്നും ഉയർത്തിട്ടില്ലെന്നും ഒക്കെ വരുത്തി തീർക്കാൻ പിശാച് വളരെ പരിശ്രമിക്കുന്നുണ്ട് എന്നതും നമ്മൾ കണ്ടു. അതിന് പലരും നിരത്തുന്ന വാദമുഖങ്ങളും നമ്മളൊന്ന് പറഞ്ഞു വിട്ടു. എന്നാൽ വേദപുസ്തകവും വേദപുസ്തകത്തിന് പുറത്തുള്ള ചരിത്ര തെളിവുകളും നമുക്ക് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിനും ക്രൂശുമരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും വേണ്ടിയുണ്ട്. സ്തോത്രം. എക്സ്ട്രാ ബിബ്ലിക്കൽ proofs we have for the life, the crucifixion, burial, and the resurrection of Jesus Christ. അതുകൊണ്ട് അത് നിഷേധിക്കാൻ ഒക്കാത്ത സത്യമാണ്, ചരിത്രമാണ്, നിഷേധിക്കാൻ ഒക്കാത്തതാണ്. നമുക്കത് വിശ്വസിക്കാനായിട്ട് ദൈവം കൃപ ചെയ്തു. അതുകൊണ്ട് ഇതിനെ ഹിസ്റ്റോറിക്കൽ ഫെയ്ത്ത് എന്നും കൂടെ വിളിക്കാറുണ്ട്. യേശുക്രിസ്തുവിന്റെ ജനനം, ജീവിതം, ക്രൂശുമരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയിലുള്ള വിശ്വാസത്തെ ചരിത്രപരമായ വിശ്വാസം, ഹിസ്റ്റോറിക്കൽ ഫെയ്ത്ത് എന്നും വിളിക്കാറുണ്ട്. സ്തോത്രം. ഹിസ്റ്റോറിക്കൽ ഫെയ്ത്ത് കേവലം യേശുവിങ്കലെ വിശ്വാസം ഒരു ചരിത്ര വിശ്വാസമായി മാത്രം നിന്നാൽ അതുകൊണ്ട് നമുക്ക് രക്ഷിക്കപ്പെടാൻ കഴിയുമോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. Our faith should not be limited to this historical aspect of our faith. Historically, there are people who believe on Jesus' birth, life, death, and resurrection. But that will not work for their salvation.
യേശുക്രിസ്തുവിനെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ചരിത്രപരമായ വിശ്വാസം വെച്ചു പുലർത്തുന്നവരും നമ്മുടെ സമൂഹത്തിലുണ്ട്. ക്രിസ്തു വിശ്വാസികളല്ല അവർ, പക്ഷേ ഈ ചരിത്രപരമായ വിശ്വാസത്തെ ഉൾക്കൊള്ളുന്നവരാണ്. യേശു ജനിച്ചു, മരിച്ചു, യേശു ജീവിച്ചിരുന്നു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു എന്ന് ഉള്ള ചരിത്ര വിശ്വാസത്തെ അംഗീകരിക്കുന്നവരുണ്ട്. പക്ഷെ ആ കേവല ചരിത്ര വിശ്വാസത്തിൻ്റെ അംഗീകാരം കൊണ്ട് പാപമോചനം ലഭ്യമല്ല. സ്തോത്രം, ലഭ്യമല്ല. അതിനെ നമുക്ക് വ്യക്തിപരമായി രക്ഷാകരമായ വിശ്വാസമായി അംഗീകരിക്കേണ്ടതുണ്ട്. ദാറ്റ് ഷുഡ് ബി എ സേവിങ് ഫെയ്ത്ത് ഇൻ us. സ്തോത്രം. കേട്ടതുകൊണ്ടും അറിഞ്ഞതുകൊണ്ടും മാത്രം ആകുന്നില്ലല്ലോ. അത് രക്ഷാകരമായ വിശ്വാസമായി നമ്മിൽ പരിണമിക്കണം എന്ന് എബ്രായ ലേഖനകർത്താവ് തന്നെ നമ്മോട് പറയുന്നുണ്ട്. സ്തോത്രം. എബ്രായ ലേഖനം തന്നെ 4-ാമത്തെ അധ്യായം 4-ാമത്തെ അധ്യായം 2-ാമത്തെ 1-2 വാക്യങ്ങൾ അങ്ങ് വായിച്ചോളൂ. 4 Hebrews 4 verses 1 and 2. Therefore, while the promise of entering his rest still stands, let us fear lest any of you should seem to have failed to reach it. For good news came to us just as to them, but the message they heard did not benefit them, because they were not united by faith with those who listened. Yes. അവർ കേട്ടു. ഇസ്രായേൽ ജനത്തെക്കുറിച്ചാണല്ലോ ആ പറയുന്നത്. They had heard and we too. സ്തോത്രം. അതുകൊണ്ടാണ് പറയുന്നത്, അവരെ പോലെ നാമും ഒരു സുവിശേഷം കേട്ടവരാണ്. Indeed, we have had the glad tidings, the gospel, proclaimed to us just as truly as they, that means the Israelites. But the message they heard did not benefit them because it was not mixed with faith. അവർ കേട്ടു, പക്ഷേ അത് മലയാളത്തിൽ പറയുന്നു വിശ്വാസമായി പരിണമിക്കാഞ്ഞതുകൊണ്ട് അവർക്കത് പ്രയോജനമായി വന്നില്ല. It was not benefited. So hearing a historical truth and even intellectually accepting an a historical truth will not benefit in salvation. സ്തോത്രം. അത് രക്ഷയായി പരിണമിക്കില്ല. അത് വിശ്വാസമായി, സേവിങ് ഫെയ്ത്തായി, പേഴ്സണൽ ആപ്ലിക്കേഷനിലേക്ക്, വ്യക്തിപരമായ ജീവിത അനുഭവമായിട്ടത് മാറണം. സ്തോത്രം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യേശുക്രിസ്തുവുമായി വ്യക്തിപരമായ ബന്ധം അത് നിമിത്തം സ്ഥാപിക്കപ്പെടണം. അതില്ലാതെ ഒരു യാഥാർത്ഥ്യം അംഗീകരിച്ചതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത്, ഈ ഹിസ്റ്റോറിക്കൽ ഫെയ്ത്ത് അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ അക്സെപ്റ്റൻസ്, ഒരു ദൈവിക യാഥാർത്ഥ്യത്തിൻ്റെ ബൗദ്ധികമായ അംഗീകാരം മാത്രം നാം നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല വിശ്വാസി, നമ്മളെക്കാൾ നന്നായിട്ട് കാര്യങ്ങൾ അറിയുന്ന അംഗീകരിക്കുന്നയാൾ സാത്താനാണ്. ദാറ്റ് ഡസൻറ്റ് ബെനിഫിറ്റ്. പക്ഷേ അതുകൊണ്ട് പ്രയോജനമില്ല. സ്തോത്രം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചതുകൊണ്ട് നമുക്കുണ്ടായ 2 പ്രയോജനങ്ങളെക്കുറിച്ച് ഈ 14-15 വാക്യങ്ങളിൽ പറയുന്നു.
അതിൽ ഒന്നാമത്തെ പ്രയോജനം മരണാധികാരിയായിരുന്ന പിശാചിനെ നീക്കി എന്നുള്ളതാണ്. രണ്ടാമത്തേത് മരണഭീതിയിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്നുള്ളത്. അതിൽ രണ്ടാമത്തെ ഭാഗമാണ് നാം ഇന്ന് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. അതിലാണ് നമ്മൾ ഇന്റർനെറ്റ് കട്ടാകുന്നതിന് മുമ്പ് നോക്കിക്കൊണ്ടിരുന്നത്. ജീവനുള്ള സകലവും മരണഭീതിയിലാണെന്ന്. സ്തോത്രം. ജീവനുള്ള സകലവും രണ്ട് അടിമത്വങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു, വിധേയപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. All the living things, the living world, the entire living world is under bondage to at least these two things. എന്തൊക്കെയാണെന്ന് നമുക്കറിയാമല്ലോ. ഒന്ന് ഇവിടെ പറയുന്നുണ്ട്, മരണഭീതി, the fear of death. Fear of death. മറ്റൊന്ന് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? Another thing, the entire living world is under slavery. പാപത്തിന് അടിമകളാണ്. പാപത്തിന് അല്ല, പാപത്തിന് മനുഷ്യർ മാത്രമേ ഉള്ളൂ അടിമകളായിരിക്കുന്നത്. പാപത്തിന്റെ മനുഷ്യന്റെ പാപത്തിന്റെ ഫലമായിട്ട് തന്നെയാണ്. റീനമ്മ എന്തായിരുന്നു പറഞ്ഞേ? യെസ്, ആബ്സല്യൂട്ട്ലി. റോമൻസ് ചാപ്റ്റർ 8, റോമർ 8-ാം അധ്യായത്തിൽ നമ്മൾ സാധാരണ വായിക്കുന്ന ഭാഗമാണ്. അതിൻ്റെ 18 തൊട്ട് ഉള്ള വാക്യങ്ങളാണ്. 19-ഉം 20-ഉം വാക്യങ്ങൾ ഒന്ന് വായിച്ചോളൂ. 19 and 20, റോമൻസ് 8. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്നും വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തം അത്രേ. സർവസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടെ ഇരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. സ്തോത്രം. 21-ാമത്തെ വാക്യവും കൂടെ വായിച്ചാൽ, മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന മതി. ഞാൻ ഉപയോഗിക്കുന്നത് 21-ാമത്തെ വാക്യം, അതുകൊണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നു സകല സൃഷ്ടികളും ഇവിടെ സകല സൃഷ്ടികളും എന്ന് പറയുമ്പോൾ ജീവനുള്ളത് മാത്രമല്ല, the non-living world too, അചേതന ലോകം പോലും എന്തിൻ്റെ അടിമത്വത്തിലായിരിക്കുന്നു? 2 കാര്യങ്ങളാണ് പറയുന്നത്. സ്തോത്രം. ഒന്ന്, the whole of the creation or the nature was subjected to frailty, futility, condemned to frustration or corruptibility. സ്തോത്രം. മറ്റൊന്ന്, അണ്ടർ ഫ്യൂട്ടിലിറ്റി, എല്ലാ മായയ്ക്കും
ദ്രവത്വത്തിനും കീഴ്പ്പെട്ടിരിക്കുകയാണ്. എല്ലാം, the whole world, the entire nature, the creation, especially the living world. Because the non-living world is unconscious, but they also are under this futility and corruption. But the living world is under consciousness. They know they are liable for this futility and corruptibility. മുഴു പ്രപഞ്ചവും മുഴു സൃഷ്ടിയും തന്നെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണ്, ശൂന്യതയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണ്. 2, ദ്രവത്വത്തിൻ്റെ ദാസ്യത്വത്തിലുമാണ്. ദ്രവത്വത്തിൻ്റെ കറപ്റ്റിബിലിറ്റി, ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ. ജീവനുള്ളവയും ജീവനില്ലാത്തവയും രണ്ടും. ജീവനില്ലാത്തവയ്ക്ക് അവ ഇങ്ങനെ നശിച്ചു പോകാനുള്ളതാണെന്ന ബോധ്യമില്ല എന്ന് മാത്രം. അതിനറിയില്ല, ജീവനില്ലാത്തതല്ലേ, അതുകൊണ്ട് അതിനറിയില്ല. അതേസമയം ജീവനുള്ളതിന് ബോധ്യമുണ്ട്. ഇപ്പൊ ജീവജാലങ്ങളെ വെച്ച് നോക്കിയാൽ അവയ്ക്ക് ഒരുപക്ഷെ ഈ കോൺഷ്യസ്നെസ്, ഈ ബോധമില്ല. അതേസമയം ജന്തുക്കളെ നോക്കിയാൽ അവയ്ക്ക് കുറെയൊക്കെ ബോധമുണ്ട്. അതുകൊണ്ടാണ് മരണത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന് അവ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. ആ ഒരു ഭയം കൂടുതലായി അത് മാനവജാതിയിലാണ് കാണപ്പെടുന്നത്, വ്യക്തതയോടെ. മറ്റുള്ള സൃഷ്ടികളിലൊന്നും ആ വ്യക്തതയില്ല എന്ന് മാത്രം. അപ്പം ജീവനില്ലാത്തവയും ജീവനുള്ളവയും ഒരുപോലെ തന്നെ നാശത്തിന്, ദ്രവത്വത്തിന് വിധേയപ്പെട്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് ജീവനില്ലാത്തവയ്ക്ക് ബോധമേ ഇല്ല. ജീവനുള്ളവയിൽ ജീവജാലങ്ങൾ, അവയ്ക്ക് ഈ ബോധമില്ല. ജന്തുക്കൾ കുറെയൊക്കെ നമ്മുടേതുപോലെ വികസിതമായിട്ടല്ലെങ്കിലും ബോധം കുറെയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവയെ സെൽഫ് കോൺഷ്യസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ സെൽഫ് കോൺഷ്യസ്, മനുഷ്യർ സെൽഫ് കോൺഷ്യസ് മാത്രമല്ല, ഗോഡ് കോൺഷ്യസും കൂടെയാണെന്ന് വ്യത്യാസമുണ്ട്. ഇതര സൃഷ്ടികൾക്ക്, പ്രത്യേകിച്ച് ജീവജന്തുക്കൾക്ക് ബോധമുണ്ട്. അതിനെ സെൽഫ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ സ്വയബോധം എന്നൊക്കെ വിളിക്കാറുണ്ട്. എന്നാൽ അവയ്ക്കും കൂടെ ഇല്ലാത്ത ഒരു ബോധമാണ് നമുക്കുള്ളത്, ദൈവീക ബോധം എന്നുള്ളത്. പോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. ഇത് പറഞ്ഞു വന്നപ്പോൾ ഒന്ന് തൊട്ടുവിട്ടു എന്നേ ഉള്ളൂ. അപ്പോൾ ജീവനുള്ളവയും ഇല്ലാത്തവയും സകല സൃഷ്ടികളും ഒരുപോലെ തന്നെ മായയ്ക്കും ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിലുമായിരിക്കുന്നു. രണ്ടാമത്തെ ദാസ്യത്വമാണ് പൊതുവായിട്ടുള്ളത്, മരണഭീതിയുടെ ദാസ്യത്വം. മരണത്തിൻ്റെയും മരണഭീതിയുടെയും, ദ്രവത്വത്തിൻ്റെയും ദ്രവത്വഭീതിയുടെയും ഈ 2 ദാസ്യത്വങ്ങളെയാണ് ഇവിടെ നമ്മളിപ്പോൾ എടുത്ത് ചിന്തിക്കുന്നത്. മനുഷ്യർ ഈ മരണത്തിനും അല്ലെങ്കിൽ ദ്രവത്വത്തിനും, മരണം, ദ്രവത്വം, മർത്യത, ക്ഷയത എന്നൊക്കെ അതിനെ നമുക്ക് വിളിക്കാം. അഴുകൽ, അഴുകിപ്പോവുക,
അതുകൊണ്ടാണ് TK സാമുവൽ സാറാണെന്ന് തോന്നുന്നു പാടിയത്, അഴുകി നാറും ശവസമാനരായ പാപികൾ എന്നുള്ള ഒരു ലൈനുണ്ട്. ദൈവസ്നേഹമേ ദൈവസ്നേഹമേ അതിനുള്ള അകലം ഉയരമാഴം എന്ന പാട്ടിനകത്ത്. അപ്പം അഴുകി നാറുന്ന ശവസമാനരായ മനുഷ്യരായ നമ്മെ ദൈവം സ്നേഹിച്ചതിനെക്കുറിച്ച് കവി പാടുകയാണ്. അപ്പോൾ ആ അഴുകൽ, അഴുകി മാറുക, ഡീകെ, ബോണ്ടേജ് ടു ഡീകെ. അതുപോലെ തന്നെ മരിച്ച് അഴുകി ഇല്ലാതെയായി തീരുമെന്ന് മാത്രമല്ല, മരിക്കുന്നതുവരെ മരണത്തേക്കാൾ വലിയ അടിമത്വമായിരുന്നു മരണഭീതിയുടെ അടിമത്വം. ഇങ്ങനെ വേറെ ഒത്തിരി അടിമത്വങ്ങളുണ്ട്, പ്രത്യേകിച്ച് മനുഷ്യനകപ്പെട്ടിരിക്കുന്ന അടിമത്വങ്ങൾ. നമ്മൾ പക്ഷേ ഈ വിഷയത്തോടനുബന്ധിച്ച് ഈ 2 മാത്രമേ എടുക്കുന്നുള്ളൂ. മരണഭീതി, മരണം, ഈ 2 അടിമത്വത്തിലാണ് മനുഷ്യകുലം മുഴുവനും, സകല സൃഷ്ടിയും എന്ന് നമ്മൾ കണ്ടു. സോ ദ എൻറ്റയർ ക്രിയേഷൻ ഈസ് അണ്ടർ ദീസ് 2 bondages: bondage to decay or death, then the dread of death, the fear of death. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്താലും ഉയർത്തെഴുന്നേൽപ്പിനാലും നമുക്ക് ഈ 2 അടിമത്വത്തിൽ നിന്നും വിമോചനമുണ്ട്. By the crucifixion and by the resurrection of Jesus Christ, we have deliverance from both these bondages. We have the freedom from the death itself, and so also the fear of death. മരണത്തിൽ നിന്ന് തന്നെ നമുക്ക് വിമോചനമുണ്ട് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്താൽ. മരണഭീതിയിൽ നിന്നും നമുക്ക് വിമോചനമുണ്ട്. അതേക്കുറിച്ചാണ് നാം അവിടെ കാണുന്നത്. അതിൽ മരണഭീതിയിൽ ജീവപര്യന്തം അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു എന്ന് നാം കാണുന്നു. അതെന്താ? യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ, ക്രൂശ് മരണമെന്ന് മാത്രം പറഞ്ഞാലും അതിനകത്ത് എന്തും കൂടെ ഉൾപ്പെടുന്നുണ്ട്? ഉയർത്തെഴുന്നേൽപ്പും കൂടെ, റിസറക്ഷനും കൂടെ ഉൾപ്പെടുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ ക്രൂശെന്നോ ക്രൂശിക്കപ്പെട്ട യേശുക്രിസ്തുവെന്നോ ഒക്കെ പറഞ്ഞാൽ അത് ക്രൂശ് കൊണ്ട് മാത്രം പരിമിതപ്പെടുന്നതല്ല എന്ന് മനസ്സിലാക്കിക്കോണം. കാരണം ക്രൂശിക്കപ്പെട്ട യേശു 3-ാം നാളിൽ ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം. മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് നാം പഠിച്ചിരിക്കുന്നത് പോലെ യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ അനിഷേധ്യമായ തെളിവ്. അത് ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. യേശു ദൈവപുത്രനാണെന്ന് തെളിയിക്കുവാൻ ആകാശത്ത് നിന്ന് ഒരു അടയാളം ചെയ്ത് കാണിക്കാൻ യഹൂദന്മാർ ആവശ്യപ്പെട്ടപ്പോൾ യേശു പറഞ്ഞു, ഇല്ല, നിങ്ങൾക്കൊറ്റ അടയാളമേ അതിന് ലഭിക്കൂ, യോനായുടെ അടയാളം. യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും എന്ന് വെച്ചാൽ 3 ദിവസം ഇരുന്നത് പോലെ മനുഷ്യപുത്രനും ഭൂമിക്ക് ഉള്ളിൽ ഇരിക്കേണ്ടതാകുന്നു, കല്ലറയിൽ ഇരിക്കേണ്ടതാകുന്നു, മരിക്കേണ്ടതാകുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്.
3 രാവും 3 പകലും എന്നുള്ളതിനെ 24 മണിക്കൂർ ഗുണം 3 എന്ന് ഗുണിച്ച് ഹരിച്ച് മണിക്കൂറുകളുടെ കണക്കെടുക്കേണ്ടതില്ല. യഹൂദ കണക്കനുസരിച്ച് ഒരു ദിവസത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ദിവസമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അങ്ങനെ യേശുക്രിസ്തു വെള്ളിയാഴ്ച ശബത്തിൻ്റെ തലേന്നാണ്, വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ശബത്തിൻ്റെ തലേന്ന്, ദ പ്രീവിയസ് ഡേ ഓഫ് ദ സാബത്ത്, അങ്ങനെയാണ് യേശു വെള്ളിയാഴ്ച മരിച്ചുവെന്ന് നമ്മൾ കണക്ക് കൂട്ടുന്നത്. യേശുക്രിസ്തു നാം അറിയുന്നത് പോലെ വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് ക്രൂശിക്കപ്പെട്ടു. മാർക്ക് 15:25 രാവിലെ 9 മണിക്ക്, മർക്കോസ് 15:25 പറയുന്നു, യേശുക്രിസ്തു രാവിലെ 9 മണിക്ക് ക്രൂശിക്കപ്പെട്ടു. പ്രഭാതയാഗത്തിൻ്റെ സമയത്ത്, ഇസ്രായേലിയരുടെ, യഹൂദ്യരുടെ പ്രഭാതയാഗ സമയമായ രാവിലെ 9 മണിക്ക് ക്രൂശിക്കപ്പെട്ടു. അവരുടെ സായാഹ്ന യാഗത്തിൻ്റെ സമയമായ വൈകിട്ട് 3 മണിക്ക് മരിച്ചു. ലൂക്കോസിലും മത്തായി 27:45 മുതലുള്ള വാക്യങ്ങളിലും ഒക്കെ ആ കാര്യം കാണുന്നുണ്ട്. സ്തോത്രം. ഉച്ചയ്ക്ക് 12 മുതൽ വൈകുന്നേരം 3 മണി വരെ ദേശത്തെങ്ങും ഇരുട്ടുണ്ടായതും യേശുക്രിസ്തു 3 മണിയോടുകൂടെ നിലവിളിച്ച് തൻ്റെ പ്രാണനെ പിതാവിങ്കൽ ഏൽപ്പിച്ചതുമൊക്കെ. അങ്ങനെ യേശുക്രിസ്തു വെള്ളിയാഴ്ച ദിവസം ശബത്തിൻ്റെ തലേന്ന് ഏതാണ്ട് വൈകിട്ട് 3 മണിയോടുകൂടെ മരിച്ചു. ആ വെള്ളിയാഴ്ച തീരുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണിക്കാണ്. യഹൂദൻ്റെ ദിവസം വൈകുന്നേരമാണ് ആരംഭിക്കുന്നതെന്ന് നമ്മൾ വിശദമായി നേരത്തെ പഠിച്ചതാണല്ലോ. അങ്ങനെ വെള്ളിയാഴ്ച മരിച്ചു. സന്ധ്യയ്ക്ക് മുമ്പ്, ശബത്ത് തുടങ്ങുന്നതിന് മുമ്പ്, വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് മുൻപ് തന്നെ യേശുവിനെ കല്ലറയിൽ വെച്ചു. ഒക്കെ സുവിശേഷ ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ വെള്ളിയാഴ്ച യേശു മരിച്ചു അടക്കപ്പെട്ടുവെങ്കിൽ അത് യഹൂദൻ്റെ കണക്കനുസരിച്ച് വെള്ളിയാഴ്ച മുഴുവനും ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ശനിയാഴ്ച മുഴുവനും, വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണി മുതൽ ശനിയാഴ്ച വൈകുന്നേരം 6 മണി വരെ ശബത്ത് ദിവസം. ആ ദിവസം മുഴുവനും യേശു കല്ലറയിലായിരുന്നു. ഉയർക്കുന്നത് ഞായറാഴ്ച രാവിലെയാണ്. വെളുപ്പിനെ, സമയം നമുക്കറിയില്ല. നേരം വെളുത്തതിന് ശേഷമാണ് സഹോദരിമാർ പൂശാനുള്ള സുഗന്ധദ്രവ്യങ്ങളുമായി കല്ലറയ്ക്കലെത്തിയത്. പക്ഷേ അതിനു മുമ്പേ യേശു ഉയർത്തെഴുന്നേറ്റിരുന്നു. ഒരുപക്ഷെ അതികാലത്തെ. സമയം നമുക്കറിയില്ല. ഉയർപ്പിൻ്റെ സമയം നമുക്കറിയില്ല. അപ്പോൾ ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് ശേഷം യേശു ഉയർത്തത് കൊണ്ട് 3-ാമത്തെ ദിവസവും ആയി. ആ 3-ാം ദിവസം എന്നുള്ളത് യഹൂദ കണക്കനുസരിച്ച് 3 ദിവസമെന്നാണ്. ആ 3 മുഴു ദിവസങ്ങളായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞു, യോനായുടെ അടയാളമല്ലാതെ യേശുവിൻ്റെ മശിഹാത്വത്തിന്, ദൈവപുത്രത്വത്തിന് വേറെ ഒരു അടയാളമില്ല. അപ്പോൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ടാണ് യേശുവിൻ്റെ ക്രൂശ് എന്ന് പറഞ്ഞാൽ മരണം മാത്രമല്ല അർത്ഥമാക്കുന്നത്, ഉയർത്തെഴുന്നേൽപ്പും കൂടെ അതിനകത്തിലുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് ആവർത്തിച്ച് ക്രൂശിനെ ഉയർത്തുന്നത്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പറ്റി പറയുന്നത്. കല്ലറയിൽ അടക്കം ചെയ്ത് സീല് ചെയ്തിട്ട് പോകുന്ന പരിപാടിയല്ല യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് എന്ന് പറഞ്ഞാൽ
യേശുവിൻ്റെ ക്രൂശിനെ പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ, പകരം ക്രൂശിക്കപ്പെട്ട മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തിയ ഉയർത്തെഴുന്നേറ്റ ഇന്നും മഹത്വത്തോടെ ജീവിക്കുന്ന യേശുക്രിസ്തുവാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന പരാമർശത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇത്രയും വ്യക്തമാണോ? ശരി. 3 രാവും 3 പകലും എന്ന് പറയുമ്പോൾ രാത്രി 3 ഇല്ലായിരുന്നല്ലോ, 2 ഉള്ളായിരുന്നു. അതാ വെള്ളി പറഞ്ഞത്, രാത്രി, ശനി രാത്രി. ഒരു ദിവസത്തിന്റെ ഭാഗം മുഴു ദിവസമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ഒരു ദിവസത്തിന്റെ ഭാഗം, എ പാർട്ട് ഓഫ് എ ഡേ ഈസ് കൺസിഡേർഡ് ആസ് എ ഫുൾ ഡേ. മൂന്ന് രാവും 3 പകലും എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറുകളുള്ള 3 ദിവസം എന്നർത്ഥമില്ല യഹൂദന്റെ കണക്കനുസരിച്ച്. ഒരു ദിവസത്തിന്റെ ഒരു ഭാഗം മാത്രം മതി ആ ദിവസത്തെ മുഴു ദിവസമായി പരിഗണിക്കാൻ. അതുകൊണ്ട് വെള്ളി, ശനി, ഞായർ എന്ന 3 ദിവസങ്ങളെ ആ കണക്കനുസരിച്ച് 3 ദിവസം എന്ന് നമ്മൾ കണക്ക് കൂട്ടുന്നത്. വേദപുസ്തകത്തിന്റെ അത് തന്നെയാണ് 3 ദിവസം. 3 രാവും 3 പകലും എന്ന് പറഞ്ഞാൽ 3 ദിവസം. അത് വേദപുസ്തകത്തിന്റെ ഭാഷയാണല്ലോ. 40 രാവും 40 പകലും. 40 ദിവസം എന്ന് പറയുന്നതിന് പകരം രാവും പകലും എന്ന കണക്ക് പറയുക, അത് വേദപുസ്തകത്തിന്റെ ശൈലിയാണ്. അതിൻ്റെ അർത്ഥം 40 ദിവസം എന്നാ. 40 രാവും 40 പകലും. അതുപോലെ 3 രാവും 3 പകലും എന്ന് പറഞ്ഞാൽ 3 ദിവസം. ആ 3 ദിവസം ഒരു ദിവസത്തിൻ്റെ ഒരു ഭാഗം പോലും ഒരു മുഴു ദിവസമായിട്ടാണ് യഹൂദ കണക്കനുസരിച്ചുള്ളത്. അങ്ങനെ യേശുക്രിസ്തു 3 ദിവസങ്ങൾ ഭൂമിയുടെ ഉള്ളിലായിരുന്നു എന്നാണ് അവിടെ നിന്നും മനസ്സിലാകുന്നത്. ഇരുപത്തിനാല് മണിക്കൂറുകൾ വീതമുള്ള 3 ദിവസങ്ങൾ അതിനകത്ത് വേണമെന്ന് നിർബന്ധമില്ല. 3-ാം നാൾ എന്ന് തന്നെയാണ് അപ്പോസ്തലന്മാർ എടുത്തെടുത്ത് പറയുന്നത്. 3-ാം നാൾ യേശു ഉയർത്തെഴുന്നേറ്റു. ആ കണക്ക് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചിലർ യേശു മരിച്ചത് ബുധനാഴ്ചയാണെന്ന് പഠിപ്പിക്കാറുണ്ട്. അത് ആ ശബത്ത്, ശനിയാഴ്ചത്തെ ശബത്തിനെ അല്ല ഉദ്ദേശിക്കുന്നത്. അതൊരു പ്രത്യേക ശബത്തായിരുന്നു. ശനിയാഴ്ച അല്ലാതെയുള്ള ഉത്സവക്കണക്കനുസരിച്ചുള്ള ഒരു വലിയ ശബത്ത് എന്ന നിലയിലും അത് പഠിപ്പിച്ച് ചിലർ പഠിപ്പിക്കുന്നുണ്ട്. അത് ഈ 3 ദിവസം 3 രാവും 3 പകലും എന്നുള്ളത് കണക്കൊപ്പിക്കുന്നതിന് വേണ്ടിയാണ്. നേരത്തെ ഇപ്പോഴും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പണ്ട് ആക്സ് എന്നും പറഞ്ഞ് ഒരു മാസിക ഉണ്ടായിരുന്നു. ആക്സ് എന്നും പറഞ്ഞു. ആ മാസികയുടെ ഒരുമിച്ചുള്ള ഒരു ബൈബിളിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു പുസ്തകമുണ്ട്.
നിങ്ങൾ ചിലരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, വായിച്ചിട്ടുണ്ടായിരിക്കും. ഷെപ്പേർഡ് സ്റ്റാഫ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇടയന്റെ വടിയെന്നോ മറ്റോ മലയാളത്തിൽ, ഇടയന്റെ കോലെന്നോ ഇടയന്റെ വടിയെന്നോ മറ്റോ. ഇടയന്റെ കോൽ. ഇടയന്റെ കോൽ, ഓക്കെ, ഇടയന്റെ കോൽ. അതിനകത്ത് ഈ ബുധനാഴ്ച കണക്ക് വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ അതിലാണ് ആദ്യമായിട്ട് അങ്ങനെ വായിക്കുന്നത്. അപ്പം അങ്ങനെ ആ ഒരു 3 ദിവസത്തിൻ്റെ കണക്ക് ശരിയാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള പഠിപ്പീരുകളും നമ്മുടെ ഇടയിൽ ഇല്ലാതില്ല. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ബൈബിൾ പറയുന്നത് പോലെ തന്നെ ബൈബിൾ വ്യാഖ്യാനിക്കേണ്ടത് അത് പറയപ്പെട്ട അല്ലെങ്കിൽ എഴുതപ്പെട്ട ആ ഒരു സമയത്തെ പശ്ചാത്തലം, ഭാഷ, അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണമല്ലോ. ആ അർത്ഥത്തിലാണ്, അതുകൊണ്ടാണ് വേദപുസ്തക പഠനം നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ബൈബിളിനെ കുറിച്ച്, ബൈബിൾ കാലഘട്ടത്തെക്കുറിച്ചൊക്കെയുള്ള പഠനം. യഹൂദന്മാരുടെ ഒരു ദിവസം തുടങ്ങുന്നത് രാവിലെ 6 മണിക്കല്ലേ? വൈകുന്നേരം 6 മണിക്ക്. വൈകിട്ട് 6 മുതൽ. ഓക്കെ. വൈകിട്ട് 6 മണി. അതുകൊണ്ട് ഉൽപ്പത്തി 1-ാം അധ്യായത്തിലും വായിക്കുന്നത് സന്ധ്യയായി ഉഷസ്സുമായി. നമ്മുടെ കണക്കായിരുന്നെങ്കിൽ ഉഷസ്സുമായി സന്ധ്യയുമായി എന്ന് വേണം. കാരണം നമുക്ക് നേരം വെളുക്കുമ്പോഴാ പുതിയ ദിവസം തുടങ്ങുക. അതുകൊണ്ടാ പണ്ടൊരിക്കൽ പറഞ്ഞത്, നമ്മൾ ഡിസംബർ 31 ആണ്ടർതി വേദപുസ്തക പ്രകാരം ആചരിക്കുകയാണെങ്കിൽ 31-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് വേണം, രാത്രി 12 മണിക്ക് വേണ്ടെന്ന് പറഞ്ഞ്. പക്ഷെ നമ്മൾ ഇന്ന് ചെയ്തു വരുന്നത് ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ഇങ്ങ് പോകട്ടെ എന്നേ ഉള്ളൂ. സ്തോത്രം. നമ്മൾ ഉദ്ദേശിച്ചിടത്ത് ഇന്ന് എത്തിയില്ല എങ്കിലും ഇവിടെ ഇന്ന് നിർത്തിക്കോട്ടെ. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമുക്ക് നാളെ ബാക്കി ചിന്തിക്കാം. സ്തോത്രം. അപ്പോൾ നമ്മൾ കണ്ടത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്താൽ നമുക്ക് സാധ്യമായി തീരുന്നത്, അതിലെ ഒരു പ്രധാനപ്പെട്ട പ്രയോജനം ഇവിടെ പറഞ്ഞിരിക്കുന്നത് മരണഭീതിയിൽ നിന്ന് ഉള്ള വിമോചനമാണ്. യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ നമുക്ക് ലഭ്യമായ ഈ വലിയ സ്വാതന്ത്ര്യം അനുഭവിച്ച് യേശുക്രിസ്തുവിലൂടെയുള്ള നിത്യജീവനെ പ്രാപിക്കേണ്ടതിന് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അതിനുവേണ്ടി ഒരുക്കട്ടെ. സ്തോത്രം.